ഹായ് ഗുഡ് മോർണിംഗ്. ഇന്നൊരു കുഞ്ഞു വീഡിയോ ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഫുൾ വീഡിയോ കാണണം. നമ്മുടെ ആദ്യക്കുട്ടൻ്റെ ബോട്ടിൽ ആർട്ട് കണ്ടല്ലോ അല്ലേ? ഇരിക്കുന്നത് കണ്ടോ? ഞാൻ കാണിച്ചു തരാമേ. തുളസി അതൊക്കെ ആദ്യക്കുട്ടൻ ചെയ്ത് വെച്ചേക്കുന്നതാണ്. സ്പ്രേയുടെ കുപ്പി എടുത്ത് വെള്ളമൊക്കെ ഒഴിച്ച് തുളസിയെല്ലാം ഫിറ്റ് ചെയ്ത് വെച്ചേക്കണം. മറ്റേ വലിയ വലിയ കുപ്പികളിൽ ചെടി വെച്ചിരിക്കുന്നത് അവൻ്റെ അച്ഛനാണ്. അപ്പം നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അടുക്കളയുടെ ചിമ്മിനി ക്ലീനിങ് ആണ്. ആക്ച്വലി നമ്മൾ അടുക്കള ക്ലീൻ ചെയ്യുമ്പം തുടച്ച് പോവാറുണ്ട്. ഞങ്ങൾ ചിമ്മിനി ഇന്ന് ക്ലീൻ ചെയ്യുന്നത് ഈ ബേക്കോയുടെ റീയൂസബിൾ കിച്ചൺ ടവൽസ് വെച്ചിട്ടാണ്. അപ്പോൾ അതിൻ്റെ റിവ്യൂ ഞാൻ വേറൊരു വീഡിയോയിലിടാം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും കോട്ടൺ തുണിയൊന്നും ഇല്ലാഞ്ഞിട്ടാണോ? ഇഷ്ടംപോലെ പന്നത്തുണിയുണ്ട് വീട്ടിൽ. ഇതെന്തായാലും ഇരിക്കുവാണല്ലോ, അപ്പോൾ ഇതും കൊണ്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ആക്ച്വലി ഞാനതാ ഇതിൻ്റെ അകമൊക്കെ ക്ലീൻ ചെയ്യാറുണ്ട്. ഇതിൻ്റെ അകത്തൊരു സ്റ്റീലിൻ്റെ സാധനമായിരുന്നേ. അത് ഊരാം എന്നുള്ളത് എനിക്ക് അറിയില്ലായിരുന്നു. ഞാനതിൻ്റെ പുറത്തോടെ ഇങ്ങനെ ക്ലീൻ ചെയ്യാറാണ് പതിവ്. അപ്പോൾ ആദ്യക്കുട്ടൻ്റെ അച്ഛനാണ് ഇത് ഊരി തന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഇന്ന് അതങ്ങ് ക്ലീൻ ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. അത് നമ്മൾ സിങ്കിൽ കൊണ്ടുപോയിട്ടിട്ടുണ്ട്. അത് നിറച്ചു അഴുക്കാണ് കേട്ടോ. കണ്ടാൽ തന്നെ നിങ്ങൾക്ക് പേടിയാവും. അപ്പോൾ ആദ്യക്കുട്ടൻ പണിയെടുക്കാൻ തുടങ്ങിയാൽ എൻ്റെ ആദ്യക്കുട്ടന് വിശപ്പും ദാഹമൊന്നുമില്ല. നമ്മൾ നിർബന്ധിച്ച് പണിയെടുപ്പിക്കുന്നൊന്നുമല്ല. ക്ലീനിങ് ഭയങ്കര ഇഷ്ടമാണ് ആൾക്ക്. അപ്പോൾ ഞാൻ വേഗം പുള്ളിക്ക് ദോശയൊക്കെ കൊടുത്തു. ഇതാണ് നമ്മുടെ ചിമ്മിനിയുടെ അകത്തുണ്ടായിരുന്ന ആ സ്റ്റീലിൻ്റെ സാധനം. ഇതിനകത്ത് നിറച്ചും എണ്ണയും ഒക്കെയാണ് കേട്ടോ. കാരണം ഇത് ഈ പുകയൊക്കെ സക്ക് ചെയ്യുന്നത് കാരണം നിറച്ച് അഴുക്കാണ്. അപ്പോൾ അകത്ത് വെച്ച് കഴുകുക പോസിബിൾ അല്ല. അതിൻ്റെ എണ്ണയെല്ലാം നമ്മുടെ സിങ്കിലാവും. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, പുറത്ത് കൊണ്ടുവച്ച് കഴുകുവാണ്. അപ്പോൾ നല്ല സുന്ദരമായൊരു കാറ്റ് വീശി. അപ്പം ഞാൻ വിചാരിച്ചു ഒന്ന് നമുക്ക് ആ കാറ്റൊക്കെ ഒന്ന് എടുക്കാം, റബ്ബറും തോട്ടമൊക്കെ ഒന്ന് കാണാം. ഇതുവരെ എനിക്ക് അതിൻ്റെ ഉള്ളിലൊന്നും പോകാൻ പറ്റിയിട്ടില്ല. പോകണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. നല്ല രസമാണ്, നല്ല ഭംഗി. താഴത്തേക്ക് ഇങ്ങനെ റബ്ബറാണ്. ഒരു വീടൊക്കെ ഉണ്ട്, വലിയ വീടൊക്കെ ഉണ്ട് അവിടെ. ഇത് നമ്മുടെ പുറകുവശം അലക്കുകലിൻ്റെ ഭാഗമാണ്. പിന്നെ നമ്മുടെ ആദ്യക്കുട്ടൻ സ്ക്രബ്ബർ ഇട്ട് അതിൻ്റെ ഇട തേച്ചിട്ട് അത് ക്ലീൻ ആവുന്നില്ല. അവസാനം അവൻ തന്നെ കണ്ടെത്തി ഒരു കോല് എടുത്തുകൊണ്ടെന്ന് അതിൻ്റെ ഇട ക്ലീൻ ചെയ്യുവാണ്. അങ്ങനെ അവൻ പരമാവധി അത് ക്ലീൻ ചെയ്ത് എടുക്കുവാണ്. ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നു. ക്ലീൻ ചെയ്യാൻ തുടങ്ങിയ പിന്നെ ആദ്യക്കുട്ടൻ ഏറ്റവും ഇഷ്ടമുള്ള പണിയാണ് അവനത്. നമ്മളെ ഒന്നും അവൻ ഉൾപ്പെടുത്തത്തില്ല. പിന്നെ ആദ്യക്കുട്ടൻ്റെ അച്ഛൻ വന്നു. കണ്ടോ, അവൻ ക്ലീൻ ചെയ്ത് വെച്ച സാധനമാണ്. അച്ഛൻ വന്നിട്ട് പിന്നെ അവർ രണ്ടുപേരും അത് ഫിറ്റ് ചെയ്യുവാണ്. അവൻ ഭയങ്കര ത്രില്ലിലാണ്. കാരണം അവൻ ആ ചെയ്ത ജോലിയുടെ ഒരു തൃപ്തി ഉണ്ടല്ലോ, അവന് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ക്ലീൻ ചെയ്യാനാണ് ഏറ്റവും ഇഷ്ടം. എന്തെങ്കിലും ഒരു കാര്യം ക്ലീനിങ് ഉണ്ടെന്ന് പറഞ്ഞാൽ അമ്മ ഞാനത് ചെയ്തോളാം എന്ന് പറഞ്ഞാൽ പിന്നെ അതിൻ്റെ പുറകെ ആയിരിക്കും. പിന്നെ അത് കഴിയാതെ ഭക്ഷണം കഴിക്കുക ഒന്നും ചെയ്തില്ല. ഇത് പിന്നെ ടച്ചാണ് കേട്ടോ. അവിടിങ്ങനെ ഓൺ ചെയ്തിട്ട് കൈ ഇങ്ങനെ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, നീക്കി കൊടുത്താൽ അതിൻ്റെ മറ്റേ ആ വലിക്കുന്നത് സക്ക് ചെയ്യുന്നത് കൂടും. ഭയങ്കര ഒരു ശബ്ദമൊക്കെ ആയിട്ട്. അപ്പോൾ അങ്ങനെ നമ്മളത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു. എൻ്റെ ആദ്യക്കുട്ടൻ്റെ കഷ്ടപ്പാടിന് ഫലം കണ്ടു. നിങ്ങളുടെ വീട്ടിലും ഇതുപോലെ കിച്ചൺ ചിമ്മിനി ഉണ്ടെങ്കിൽ അത് അഴിച്ച് ക്ലീൻ ചെയ്യാൻ ശ്രമിക്കണേ. സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ.